പയ്യന്നൂർ എം എൽ എ വി കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പ് എം എൽ എ ടി കെ ഗോവിന്ദനെയും ഇറക്കി കളിക്കുന്നത് ടി പുരുഷോത്തമൻ എന്ന മുൻ CPM നേതാവാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തോറ്റ എം എൽ എ TI മധുസൂദനൻ പറഞ്ഞത്. ഈ ടി പുരുഷോത്തമനോട് പ്രതികാരം തീർത്തു. ഒപ്പം കുഞ്ഞികൃഷ്ണനോടും ടി കെ ഗോവിന്ദനോടും ഉള്ള പ്രതികാരത്തിന്റെ ഭാഗവും കൂടിയായി CPM പ്രതികാരങ്ങൾ തുടരുകയാണ്. മതിലിനെ പോലും വെറുതെ വിട്ടില്ല. അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ കൂടെ വന്ന വ്യക്തിയുടെ ബൈക്ക് തകർത്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മതിൽ തകർത്തു. പ്രതികാര നടപടികളുമായി CPM നാടൊട്ടുക്ക് നടക്കുകയാണ്. എങ്ങനെങ്കിലും വി കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും തകർക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് CPM ഇപ്പോൾ പ്രതികാര പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നത്. വിഷയത്തിൽ പോലീസ് ശക്തമായി ഇടപെടണം. വി കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ടി പുരുഷോത്തമനുമൊക്കെ ഇന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. DYSP വന്ന് സംസാരിച്ചു. SP വരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും 21-22 കേസുകളുണ്ട് ഇവരെ ആക്രമിച്ചത്. ഇവർക്കെതിരെയുള്ള CPMന്റെ ഈ ഗുണ്ടായുസവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കേസിൽ പോലും വ്യക്തമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പരാതി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രതികാരങ്ങൾ തുടരും. വേണ്ടപ്പെട്ടവരെ ആക്രമിക്കും, വീടിന് കല്ലെറിയും, അതുപോലെ തന്നെ കിണറ്റിൽ ചാണകം കലക്കും. അങ്ങനെ പല പരിപാടികളുമായിട്ട് CPM പ്രവർത്തകർ, CPM ഗുണ്ടകൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും കറങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ടി പുരുഷോത്തമൻ അടക്കം പ്രതിഷേധിച്ചു. അതായത് ഇദ്ദേഹത്തിന്റെ പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി കേന്ദ്രത്തിന് അജ്ഞാതർ തീയിട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഷെഡ് കത്തിച്ചത് CPM പ്രവർത്തകർ ആണ് എന്ന് പുരുഷോത്തമൻ ആരോപിക്കുന്നു. വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ തുടർച്ചയായ ആക്രമണമാണ് ഇത്. ജില്ലാ പോലീസ് മേധാവി സ്ഥലത്ത് എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ചെമ്മീൻ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളും കൃഷിക്ക് ആവശ്യമായ മറ്റ് സാമഗ്രികളും പൂർണ്ണമായി കത്തി. ആദ്യം ബോംബറിന് ശേഷം ഷെഡിന് തീയിടുകയായിരുന്നു എന്ന് ടി പുരുഷോത്തമൻ പറയുന്നു. ഷെഡിന് തീയിട്ടതിന് പുറമെ ചെമ്മീൻകെട്ടിലെ വെള്ളത്തിൽ വിഷദ്രാവകം കലർത്തിയതായും സംശയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പതിവായിട്ടിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏറ്റവും തരംതാണ നെറികെട്ട ചീഞ്ഞുനാറിയ പണി ചെയ്യുന്നത് CPM പ്രവർത്തകരാണ് എന്നുള്ള വാദമാണ് വി കുഞ്ഞികൃഷ്ണനും ടി പുരുഷോത്തമനും ഉന്നയിക്കുന്നത്. പുരുഷോത്തമന്റെ സഹോദരപുത്രൻ സ്ഥലത്ത് കാവലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പുലർച്ചെ അവിടെ നിന്ന് മാറിയ സമയത്താണ് ഈ ചെമ്മീൻ ഷെഡ് കത്തിച്ചതും വിഷം കലക്കിയതുമൊക്കെ. CPM നേതൃത്വവുമായി പുരുഷോത്തമൻ ഏറെ നാളായി തർക്കത്തിലായിരുന്നു. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചതിന്റെ പേരിൽ അദ്ദേഹം നിരവധി തവണ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി CPM പ്രവർത്തകർ അദ്ദേഹത്തെ വീട്ടിലെത്തിയവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് ഒന്ന് ഇടപെടണം. കണ്ണൂർ SP വിളിച്ച കാര്യങ്ങളൊന്ന് സംസാരിക്കണം. കാരണം CPM ഇങ്ങനെ അവർക്ക് തോന്നിയിടത്തൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും അല്ലെങ്കിൽ ഒരു MLA ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുകയും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കുകയും ചെമ്മീൻ ഷെഡിന് തീയിടുകയും അതുപോലെ വിഷം കലക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ണൂരിലെ ജനജീവിതം എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക കണ്ണൂരിലെ ജനങ്ങൾക്ക് ഉണ്ട്. CPM പ്രവർത്തകർക്ക് പോലുമുണ്ട്. കാരണം അവരിൽ പലരും വി കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനുമൊക്കെ വോട്ട് ചെയ്തവരാണ്, ടി കെ ഗോവിന്ദനുമൊക്കെ വോട്ട് ചെയ്തവരാണ്. അവരുടെയൊക്കെ വീടിന് ചിലപ്പോൾ കല്ലെറിഞ്ഞേക്കാം, ഇതുപോലെ വിഷദ്രാവകം കലക്കിയേക്കാം. അങ്ങനെ പല നാറിയ പണികളും കാണിക്കും CPM പ്രവർത്തകർ. ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്നത്.